എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ യൂബർ ഡെലിവറി, ഫുഡ് ഡെലിവറി നടത്തുകയാണ്. യൂബർ വഴി ഇംഗ്ലണ്ടിലെ ഫുഡ് ഡെലിവറി അത് നടത്തുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് വിഗൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. വിഗൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിലെ നോർത്തേൺ ഇംഗ്ലണ്ടിൻ്റെ മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന ആ സ്ഥലത്തിന് കുറേ കൂടി അവിടെ നിന്നും 1 മണിക്കൂർ യാത്ര ചെയ്ത് പോയാലെത്തുന്ന ഒരു ചെറിയ ഗ്രാമമാണ് വിഗൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൂടെ ഞാനും ചേട്ടനും കൂടി യൂബർ ഡെലിവറി നടത്തുകയാണ്. അപ്പോൾ നമ്മൾ യൂബറിൻ്റെ ആപ്പ് ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ മുൻപാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത്. ഒരു 4 ഡെലിവറി ഇപ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞു. യൂബറിൻ്റെ ആപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഡെലിവറി കൊടുത്തതിന് ശേഷം തിരിച്ചു വരികയാണ്. തിരിച്ച് ടൗൺ സെൻറ്ററിലേക്ക് പോവുകയാണ്. അവിടെയാണ് കടകളൊക്കെ കൂടുതലുള്ളത്. അതിന് മുൻപേ ആയിട്ട് എവിടെന്നെങ്കിലും ഡെലിവറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകും. അപ്പോൾ ആ ആപ്പ് അതുവഴി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഇവിടെ 8 മണിയായി രാത്രി. പക്ഷേ 9-9:30 മാത്രമേ സൂര്യൻ അസ്തമിക്കുകയുള്ളൂ. അതുകൊണ്ട് നല്ല പകൽ വെളിച്ചം പോലെ തന്നെ കിടക്കുകയാണ്. പക്ഷേ റോഡിലൊന്നും തന്നെ തിരക്കില്ല. പറഞ്ഞല്ലോ, ഒരു കൊച്ചു ഗ്രാമമാണ് ഈ വിഗൻ എന്ന് പറയുന്നത്. അതിൽ നിന്നും അതിൻ്റെ കുറേ കൂടി ഉള്ളിലോട്ടുള്ള 1-2 സ്ഥലങ്ങളിൽ നമ്മളിത് ഡെലിവറി കൊടുത്തിട്ട് തിരിച്ചു വരുന്നതാണ്. വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്. എന്തായാലും ഈ ഡെലിവറി കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ സ്ഥലങ്ങൾ കൂടി കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഗ്രാമപ്രദേശമാണ്. വലിയ വലിയ വീടുകൾ ഇടക്കിടയ്ക്കുണ്ട്. വിശാലമായ പാർക്കുകളും കൃഷിസ്ഥലങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പം നമ്മളൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണാം, വീടുകളൊക്കെ പല വലിപ്പത്തിലുള്ള വീടുകളുണ്ട്. സ്പീഡ് 30 മൈലാണ്. 30 മൈലായിരിക്കും ഇവിടെ സ്പീഡ് വരുന്നത്. വളവുകളും തിരിവുകളും ഒക്കെ ഉള്ള ഒരു റോഡാണ്. ഇവിടെ കണ്ടോ, മാന് കുറുകെ ചാടാൻ സാധ്യതയുണ്ട് എന്നുള്ള സിമ്പല് വെച്ചിട്ടുണ്ട്. കാരണം ചെറിയ കാടുണ്ട് ഈ റോഡിന് ഇരുവശവും. വലിയ കാടല്ല, ചെറിയ ചെറിയ കുറ്റിക്കാടുകളാണ്. പക്ഷേ അതിനുള്ളിൽ മാനുണ്ട് ഇവിടെ ഒത്തിരി. രാത്രിയാകുമ്പോൾ ആയിരിക്കും കൂടുതൽ ഇത് പുറത്തിറങ്ങുന്നത്. പക്ഷേ നമ്മൾ ഈ റോഡിലൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഓടിക്കണം. ചിലപ്പോൾ അത് ചാടാനുള്ള സാധ്യതയുണ്ട്. കാരണം നല്ല കൊടും വളവുകളാണ്. ആ വളവിൻ്റെ എല്ലാം സിഗ്നൽ അവിടെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടൗൺ സെൻറ്ററിലെ പ്രധാന സ്ഥലത്തെത്തി. റോബിൻ പാർക്ക് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒത്തിരി കടകളുണ്ട്. നമുക്ക് നേരെ മുൻപിൽ ഒരു ബർഗർ കിങ് എന്ന് പറയുന്ന ഒരു കട കാണാം. കോസ്റ്റ കോഫി, ഒപ്പം തന്നെ KFC, അങ്ങനെ ഒത്തിരി കടകളുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ സാധാരണ ഈ ഡെലിവറിക്കാരെല്ലാം വന്ന് ഇവിടെ നിൽക്കുന്നത്. B&M എന്നൊക്കെ പറയുന്ന ഒത്തിരി കടകളുണ്ട്. ഇവിടെ ഇതിൽ ഏതെങ്കിലും ഒരു കടയിൽ നിന്നൊക്കെ അടിക്കും. നമ്മുടെ മറ്റൊരു സുഹൃത്ത് മറ്റൊരു വണ്ടിയിൽ അതേ ഇരിക്കുന്നുണ്ട്. ജ്യോതിഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇതുപോലെ ഡെലിവറിക്ക് വന്നതാണ്. അദ്ദേഹത്തിന് ഇവിടെ ഇപ്പോൾ ഈ ബർഗർ കിങ്ങിൽ നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഓർഡർ എടുക്കാൻ പോകുന്ന തിരക്കിലാണ്. നമ്മളിപ്പോൾ ഈ അടുത്ത ഓർഡർ, ഇതുവരെയ്ക്കും നമുക്ക് അടുത്ത ഓർഡർ കിട്ടിയിട്ടില്ല. ഈ ഓർഡർ പ്രതീക്ഷിച്ച് ഇവിടുത്തെ ഈ പാർക്കിൽ ഇരിക്കുകയാണ്. ഈ KFC എന്നൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് ഈ യൂബർ ഡ്രൈവേഴ്സിന്. അദ്ദേഹം ഫുഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബർഗർ കിങ്ങിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഒരു 5 മിനിറ്റിനകം തന്നെ ഫുഡൊക്കെ എടുത്ത് ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഡ്രൈവ് ചെയ്ത് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലായിരിക്കും ഡെലിവറി സാധാരണഗതിയിൽ കിട്ടുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് അടുത്ത ഓർഡറൊന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ റോബിൻ പാർക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് മാളാണ്. നിരവധി കടകളുള്ള ഒരു പാർക്കാണ്. അത് അവിടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ
ഡൻകിൻ എന്ന് പറയുന്നതുകൊണ്ട്, സബ്വേ എന്ന് പറയുന്ന കടകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏത് കടയിൽ നിന്ന് വേണമെങ്കിലും ഇവിടെ നമുക്ക് ഓർഡർ കിട്ടും. ഓർഡർ കിട്ടുമ്പോൾ നമ്മളത് ഡെലിവറി ചെയ്യും. ഏതായാലും ഈ വീക്കെൻഡിലാണ് കൂടുതലും ഓർഡറുകൾ വരുന്നത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാത്രിയും ശനി ഞായർ ദിവസങ്ങളിലാണ് ഇവിടത്തുകാർക്ക് ആഘോഷം. ഇംഗ്ലണ്ടുകാർക്ക് പൊതുവിലുള്ളൊരു ആഘോഷ രാവുകളെന്ന് പറയുന്നത് അപ്പോഴാണ്. അല്ലാത്ത ദിവസങ്ങളിൽ ഓർഡർ കിട്ടും, പക്ഷേ അന്ന് വീക്കെൻഡിൽ കിട്ടുന്നത് പോലെ കിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇവിടെ സമ്മർ സീസണാണ്. സമ്മർ സീസൺ ആയതുകൊണ്ടാണ് രാത്രി 9 മണി കഴിഞ്ഞ ശേഷം മാത്രമേ സൂര്യപ്രകാശം പോലും പോകത്തുള്ളൂ, സൂര്യാസ്തമനം പോലും പോകത്തുള്ളൂ. പക്ഷേ വിൻ്റർ ടൈമിലാണ് കൂടുതൽ ഓർഡറുകൾ. ആ സമയത്ത് ആരും പുറത്തിറങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇവിടത്തുകാരെല്ലാം വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് ഈ വിൻ്റർ ടൈം, തണുപ്പത്ത്. ആ സമയത്ത് അവർ വീട്ടിലിരുന്ന് കൂടുതൽ ഓർഡറുകൾ ചെയ്യുകയും അന്നൊക്കെ കൂടുതൽ ഡെലിവറി കിട്ടുകയും ചെയ്യും. പക്ഷേ വിൻ്ററിൽ ഫുഡ് ഡെലിവറിക്ക് അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുമുണ്ട് ഈ തണുപ്പത്ത് പോവുക എന്നുള്ളത്. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി ഇതേ ഇവിടെ തന്നെ കിടക്കുകയാണ്. ഇതേ അവിടെയൊക്കെ തന്നെ കാണാം കൂടുതൽ ആൾക്കാരും ഈ വണ്ടി ഇട്ടിരിക്കുന്നത് ഡെലിവറി ആൾക്കാർ തന്നെയാണ്. കാറിലാണ് കൂടുതലും ചെയ്യുന്നത്. അതേസമയം 2 വീലറിലും ഇലക്ട്രിക് സൈക്കിളിലും ചെയ്യുന്നവരുണ്ട്. സാധാരണ സൈക്കിളിൽ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്, ഇലക്ട്രിക് സൈക്കിളിൽ ചെയ്യും. പക്ഷേ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് കാറാണ് എപ്പോഴും സൗകര്യം എന്ന് പറയുന്നത്. യെസ്, നമുക്കതേ ഇപ്പോൾ ഒരു ഓർഡർ കിട്ടിയിരിക്കുകയാണ്. അതേ ഓർഡർ വന്നു, KFCയിൽ നിന്നാണ്. അതിന് നമുക്ക് ലഭിക്കുന്ന തുകയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. 3 പൗണ്ട് 7 പെനി നമുക്ക് കിട്ടും. ഈ ഓർഡർ നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ കണ്ടോ, കൃത്യമായിട്ട് കാണിച്ചു. KFC വിഗാൻ റോബിൻ റീറ്റെയിൽ പാർക്ക്, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം, ഇവിടുത്തെ KFCയിൽ നിന്ന് എടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴെ നമ്മൾ കടയിൽ ചെന്ന് KFCയിൽ ചെന്ന് നമ്മൾ ഈ സാധനം കളക്ട് ചെയ്തതിന് ശേഷം ഇതെവിടെയാണ് എത്തിക്കേണ്ടത് എന്ന് മാപ്പിൽ കൃത്യമായിട്ട് കാണിക്കും. അപ്പോഴത്തേക്കും നമ്മൾ അവിടേക്ക് ഓർഡർ ചെയ്ത് പോവുക. പുറത്ത് നമുക്ക് കാണാം ജസ്റ്റ് ഈറ്റിൻ്റെ ആൾക്കാരൊക്കെ അതെ ഡെലിവറി ആയിട്ട് പോകുന്നുണ്ട്. ഒത്തിരി പേര് ഇവിടെ ഈ ഡെലിവറി ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മൾ KFCയിൽ നിന്ന് ഓർഡർ എടുക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സുഹൃത്ത് ജ്യോതിഷിന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഫുഡും എടുത്തുകൊണ്ട് തിരിച്ചു വരികയാണ്. ഇനി നേരെ ഡെലിവറി കൊടുക്കേണ്ട സ്ഥലത്തേക്ക് പോകുന്നതിനാണ്. എത്ര മിനിറ്റ് ഉണ്ട് ഇവിടെ നിന്ന്? അത് കൃത്യമായിട്ട് ആ മാപ്പിൽ കാണിക്കും. 5 മിനിറ്റ്, വെറും 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന് റൈഡ് ചെയ്ത് പോകാൻ. എന്തായാലും അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതേസമയം ചേട്ടൻ അടുത്ത KFCയിലേക്ക് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ KFCയിൽ നിന്ന് നമുക്കുള്ള ഫുഡ് കിട്ടിയിരിക്കുകയാണ്. 2 ഓർഡർ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. ചില കടകളിൽ ചെല്ലുമ്പോൾ നമുക്ക് 2 ഓർഡറൊക്കെ ഒരുമിച്ച് കിട്ടും. ഏതായാലും ആ ഒരു ഓർഡറും എടുത്തുകൊണ്ട് നമ്മളിനി എങ്ങോട്ടാണ് പോകേണ്ടത്, ആദ്യ കസ്റ്റമറിൻ്റെ വീട്ടിലേക്കുള്ള വഴി കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. എത്ര മിനിറ്റാണത്? 6 മിനിറ്റ്. യെസ്, 6 മിനിറ്റ്. 2.1 മൈൽ. 2.1 മൈലാണ്. ഇവിടെ മൈലാണ്, കിലോമീറ്റർ അല്ല. അപ്പോൾ 6 മിനിറ്റ് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഈ കസ്റ്റമറിൻ്റെ അടുത്തെത്തും. അങ്ങനെ ആദ്യ കസ്റ്റമറിൻ്റെ അടുത്തേക്കുള്ള യാത്രയിലാണ്. നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് എത്തി വണ്ടിയെടുത്ത് ഇനി നേരെ. അപ്പോൾ നമ്മുടെ ഓർഡർ കിട്ടിയിരിക്കുകയാണ്. ആ ഓർഡർ കൊണ്ട് നമ്മൾ യാത്ര തുടങ്ങാൻ പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് മാപ്പിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് 6 മിനിറ്റ് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്താം. അങ്ങനെ നമ്മൾ ഈ റോബിൻ പാർക്ക് എന്ന് പറയുന്ന ആ ഒരു ടൗൺ സെൻറ്ററിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. 6 മിനിറ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത്യാവശ്യം ദൂരമുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ചെറിയ റോഡിൽ ഇച്ചിരി ഉള്ളിലോട്ടുള്ള ഏതെങ്കിലും പ്രദേശമായിരിക്കാം. സമയം ഇപ്പോൾ 8:45, രാത്രി 8:45 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാർക്കിൽ നിന്നും പുറത്തേക്ക് വന്ന് മെയിൻ റോഡിലേക്ക് കയറും. അപ്പോൾ നമ്മുടെ ആ ഡെലിവറിയുടെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കാണാം, ഒരു മിനിറ്റ് 0.2 മൈലാണ്. അതായത് നമ്മൾ ആ റെസിഡൻഷ്യൽ ഏരിയയ്ക്കുള്ളിൽ കയറി കഴിഞ്ഞു. ഇനി നമുക്ക് ആ വീടിൻ്റെ നമ്പർ മാത്രം കണ്ടുപിടിച്ചാൽ മതി.
എത്രയാണ് വീട്ടിൻ്റെ നമ്പർ? 20 ആണ് ആ വീട്ടു നമ്പർ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലായിടത്തും നോക്കുകയാണ് വണ്ടിയും കൊണ്ട്. വീട്ടു നമ്പർ, എല്ലാ വീട്ടിൻ്റെ മുൻപിലും നമ്പർ ഉണ്ടാവും. അത് 3 ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ആ ഒരു ലൈൻ കിട്ടി. ലൈലാക്ക് ഏവ് എന്നായിരുന്നു നമ്മുടെ ആ ലൈനിൻ്റെ പേര്. ലൈലാക്ക് അവന്യൂ. നമ്മളങ്ങനെ ആ അവന്യൂയിലേക്ക് കയറുകയാണ്. ഇത് മുഴുവനും റെസിഡൻഷ്യൽ സ്ട്രീറ്റാണ്. വീട്ടു നമ്പർ 4 ആണ്. 4ൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് 20 നമ്മുടെ വീട്ടു നമ്പർ. ഒരു സൈഡിൽ ഓഡ് നമ്പേഴ്സ് ആയിരിക്കും, ഒരു സൈഡിൽ ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 12 നമ്മൾ കണ്ടു. വീണ്ടും കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് കയറേണ്ടിയിരിക്കുന്നു. 16, 20. യെസ്, 20 എന്ന് പറയുന്ന വീടിൻ്റെ മുൻപിൽ നമ്മളെത്തി. വീട് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ വീട്ടിലാണ് നമുക്ക് ഡെലിവറി കൊടുക്കേണ്ടത്. അപ്പോൾ ചേട്ടനെ എത്തി എന്ന് നമ്മൾ ഈ ആപ്പിനെ അറിയിച്ചു. അതിനുശേഷം എല്ലാം ഒരുപോലെ ഇരിക്കുന്ന വീടുകളാണ്. അതുകൊണ്ട് നമുക്ക് ഈ നമ്പർ ഇല്ലെങ്കിൽ നമ്മളാകെ വലഞ്ഞു പോകും. അപ്പോൾ ചേട്ടൻ അവിടേക്ക് പോയി കസ്റ്റമറിനെ വിളിക്കുകയാണ്. അപ്പോൾ ഡെലിവറി കൊടുത്തതിന് ശേഷം ചേട്ടൻ തിരിച്ചു വരുന്നു. അത് നമുക്ക് കസ്റ്റമർ വന്ന് വാങ്ങുന്ന പ്രൈവസി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കത് അങ്ങനെ അവരുടെ അനുവാദമില്ലാതെ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളത് ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു 2 ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഡെലിവറി കൺഫേം നമ്മൾ കൊടുത്തു. നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ സേഫായിട്ട് സാധനം എത്തിച്ചിട്ടുണ്ടെന്ന് കാണിച്ചു. കൺഫേം കൊടുത്തപ്പോൾ നമുക്ക് അടുത്ത എവിടേക്കാണ് പോകേണ്ടത് സാധനം എന്ന് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് നമ്മൾ 1 മിനിറ്റ് പോവുകയാണ്. ഇനി അടുത്ത സ്ഥലത്തേക്ക് 1 മിനിറ്റാണ് കാണിക്കുന്നത്. 1 മിനിറ്റ് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് എത്താം. നമ്മളിവിടുന്ന് സ്ട്രെയിറ്റ് തന്നെ പോയി നമുക്കുള്ള ഏരിയയിലേക്ക് പോവുകയാണ്. ഇത് നേരെ മറ്റൊരു റോഡിലേക്ക് കയറി ഈ ലൈനിൽ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ അടുത്ത ഡെലിവറി ആ റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള മറ്റൊരു റെസിഡൻഷ്യൽ ഏരിയയിലേക്കായിരുന്നു. അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. മാപ്പ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. 1 മിനിറ്റ്. ഡയമണ്ട് സ്ട്രീറ്റ് എന്നാണ് ഈ സ്ട്രീറ്റിൻ്റെ പേര്. അങ്ങോട്ടേക്ക് നമ്മൾ കയറി ഡയമണ്ട് സ്ട്രീറ്റിൽ കയറിയിട്ട് ഈ വഴിയാണോ കാണിക്കുന്നത്? അങ്ങ് അവിടെ ചെന്നിട്ടല്ലേ? 238. യെസ്, അത് 244 ആണ്. 240. യെസ്, അങ്ങോട്ടാ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകണം. 238. യെസ്, അവിടെ നമ്മുടെ വീട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്ക് നമുക്ക് മറ്റൊരു ഓർഡറും കൂടെ കിട്ടിയിരിക്കുകയാണ്. എന്തായാലും നമ്മളത് കൺഫേം കൊടുത്തു. 5 പൗണ്ട് ആണ് നമുക്ക് ആ അടുത്ത ഓർഡറിന് വന്നിരിക്കുന്നത്. ഏതായാലും പിൻ നമ്പർ ചോദിക്കുന്നത്, ഇതിന് പിൻ നമ്പറുണ്ട്. അപ്പോൾ അത് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആ ഡെലിവറി കൊടുത്തു. കാണിച്ചിരുന്നില്ല, ആ വീടായിരുന്നു. കസ്റ്റമർ നമ്മളെ കാത്ത് പുറത്ത് നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആ വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അത് പിൻ നമ്പറുണ്ട്. അതായത് കസ്റ്റമറുടെ കയ്യിൽ ഒരു പിൻ നമ്പർ ഉണ്ടാവും. നമ്മൾ ഈ ഫുഡ് കൊടുക്കുന്നതിന് മുൻപായിട്ട് ആ പിൻ നമ്പർ വാങ്ങിച്ച് ഈ ആപ്പിനകത്ത് എൻ്റർ ചെയ്ത് അത് കൺഫേം ചെയ്താൽ മാത്രമേ നമ്മൾ ഈ ഡെലിവറി കൊടുത്തു എന്നുള്ളതിൻ്റെ ഇത് വരത്തുള്ളൂ. അങ്ങനെ എന്തായാലും നമ്മൾ ആ ഡെലിവറി കൊടുത്തപ്പോൾ തന്നെ നമുക്ക് മറ്റൊരു ഡെലിവറിയും കിട്ടി. അങ്ങനെ നമ്മളിപ്പോൾ ആ ഡെലിവറിക്ക് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെവിടെയാണ്? സ്റ്റാൻഡിഷ് ഗേറ്റ്, മക്ഡൊണാൾഡ്സ്. ഓക്കെ, അടുത്ത നമുക്ക് കിട്ടിയിരിക്കുന്നത് മക്ഡൊണാൾഡ്സിലാണ്. അത് സ്റ്റാൻഡിഷ് ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ നേരത്തെ കിടന്ന റോബിൻസൺ പാർക്കിലല്ല, മക്ഡൊണാൾഡ്സിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും 3 മിനിറ്റ് വണ്ടി ഓടിക്കുമ്പോഴാണ് മക്ഡൊണാൾഡ്സിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ അവിടേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇനി മക്ഡൊണാൾഡ്സിൽ നിന്ന് നമുക്ക് ഓർഡർ കളക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മക്ഡൊണാൾഡ്സിൻ്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. ഇത് ടൗൺ സെൻറ്റർ, മറ്റൊരു ഭാഗം. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് അല്പം മാറിയിട്ടാണ്. ഇത് ഈ ടൗൺ സെൻറ്റർ. ഇതാണ് മക്ഡൊണാൾഡ്സ്. നമുക്ക് ഫുഡ് എടുക്കേണ്ട മക്ഡൊണാൾഡ്സ്. എന്തായാലും നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് വണ്ടിയിലിരിക്കുകയാണ്. കാരണം നമ്മൾ വളരെ പെട്ടെന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെന്ന് കയറി കഴിഞ്ഞാൽ ഫുഡ് ശരിയാകില്ല. നമ്മൾ കുറേ സമയം അവിടെ കാത്തു നിൽക്കണം. അതുകൊണ്ട് നമ്മളിപ്പോൾ കാറിൽ തന്നെ ഇരിക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അകത്ത് ചെന്ന് ഫുഡ് എടുക്കുന്നു. വീണ്ടും നേരത്തെ പോലെ തന്നെ അടുത്ത കസ്റ്റമറെ തേടിയുള്ള യാത്ര. നമ്മുടെ ഡെലിവറി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 10:30 മണിയായി. നല്ല രാത്രിയായിട്ടുണ്ട് എല്ലായിടത്തും. എന്തായാലും
അത്യാവശ്യം നല്ല ഡെലിവറിയൊക്കെ കിട്ടി. നമ്മൾ ഏകദേശം ഇപ്പോൾ തന്നെ ഒരു 10-ലധികം ഡെലിവറി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോഴും നമ്മൾ നിൽക്കുകയാണ്. നമുക്കിപ്പോൾ കിട്ടിയത് ഈ ഒരു മക്ഡൊണാൾഡ്സിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. നമ്മളതിൻ്റെ ഓർഡർ എടുത്തു, അതിനുശേഷം പോവുകയാണ്. ഇന്നെന്തായാലും നമ്മൾ ഫുൾ ടൈം ഡെലിവറിക്ക് വേണ്ടി നിൽക്കുകയാണ്. ഫുൾ ടൈം അല്ല, നമ്മളൊരു വൈകിട്ട് 6:30 മണിക്കാണ് ഇറങ്ങിയത്. ഇന്നൊരു 10-11 മണി വരെ 12 മണി വരെ നിൽക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഒത്തിരി ഡെലിവറി എടുത്തു, നമുക്കെല്ലാം വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നമുക്ക് ഉള്ളത് 7 മിനിറ്റാണ്. ഇവിടെ നിന്ന് 7 മിനിറ്റ് പോകണം. നമ്മൾ ഈ വീഡിയോ തുടക്കത്തിൽ കാണിച്ച റോബിൻ പാർക്ക്, നമ്മൾ അവിടെ ഉള്ള കടകളെല്ലാം തന്നെ 9 മണിയോടുകൂടി അതൊക്കെ കടകളൊക്കെ അടച്ചു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് കാര്യമില്ല. അതേസമയം ഈ മക്ഡൊണാൾഡ്സും ബർഗർ കിങ്ങും പോലുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള കടകൾ ഇപ്പോഴും ഓപ്പണാണ്. രാത്രി 2 മണി വരെയൊക്കെ കടകൾ ഓപ്പൺ ചെയ്തിരിക്കും. ഇനി നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതൽ ഡെലിവറി കിട്ടുക. കാരണം ആ ടൗൺ സെൻറ്ററിലെ കടകളെല്ലാം തന്നെ 9-9:30 അടച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എങ്കിലും നമുക്ക് ഡെലിവറി കിട്ടുന്നതിൽ, നമുക്ക് ഓർഡർ കിട്ടുന്നതിന് വലിയ കുറവൊന്നും കാണുന്നില്ല. നമുക്ക് കൃത്യമായിട്ട് ഓർഡർ കിട്ടുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് 8 ഓർഡറോളം കിട്ടിയില്ല അല്ലേ? ഏകദേശം 10 ഓർഡർ നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തു. അടുത്ത ഓർഡർ മക്ഡൊണാൾഡ്സിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ്. നമുക്ക് ഓർഡർ പോകുമ്പോൾ നമുക്ക് KFC നിന്ന് നമുക്ക് ഫ്രീ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും കേട്ടോ. നമുക്ക് നമുക്ക് എന്ത് ഡ്രിങ്ക്സ് വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് KFC തരും. മക്ഡൊണാൾഡ്സ് ചില ദിവസങ്ങളിൽ നമുക്ക് അവിടെ നിന്ന് ഫുഡും തരും. അങ്ങനെയുള്ള ഓഫറുകളൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രിയായി, അതുകൊണ്ട് തന്നെ സ്ട്രീറ്റൊക്കെ തന്നെ തിരക്ക് കുറഞ്ഞ അവസ്ഥയിലാണ്. നേരിയ തണുപ്പ്. ഇന്ന് ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. പക്ഷേ രാത്രിയാകുമ്പോൾ നല്ല തണുപ്പ് വരുന്നുണ്ട്. സുഖകരമായൊരു കാലാവസ്ഥയാണ് ഈ സമ്മർ സമയത്തുള്ള രാത്രി. അധികം ചൂടുമില്ല, വലിയ തണുപ്പുമില്ല. നമുക്ക് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ സാധിക്കും. നമ്മുടെ ആപ്പിൽ കാണിക്കുന്നുണ്ട് 4 മിനിറ്റ് കൂടിയുണ്ട് ഈ ഒരു ഡെലിവറി നമുക്ക് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ വീട്ടിലേക്ക് എത്താൻ 4 മിനിറ്റ് കാണിക്കുന്നുണ്ട്. രാത്രിയാകുമ്പോൾ മിക്കവാറും കസ്റ്റമേഴ്സ് എല്ലാം വീടിന് പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. നമ്മൾ ആ സ്ഥലത്തെത്തുമ്പോൾ തന്നെ അവർ ഡോറ് തുറക്കുന്നുണ്ട്. കാരണം ഈ രാത്രി നമുക്ക് ഈ വീടിൻ്റെ നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യാൻ, നമ്പർ വായിക്കാൻ ഇച്ചിരി പാടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്കും കാണിക്കുമല്ലോ, നമ്മൾ ഈ അവരുടെ വീടിന് സമീപം എത്തുന്നത് അവരുടെ മൊബൈലിലും കാണിക്കും. അങ്ങനെ ആകുമ്പോൾ അവർ ഡോറ് തുറന്ന് നിൽക്കുന്നുണ്ട്. അത് നമുക്കൊരു സഹായകരമാണ്. പക്ഷേ അങ്ങനെ തുറന്ന് നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. കാരണം വീട് നമ്പർ നമുക്ക് വണ്ടിയിലിരുന്ന് വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഓരോ വീടിൻ്റെയും മുന്നിൽ ചെന്ന് വേണം നമ്പർ വായിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ. പക്ഷേ അത്യാവശ്യം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ രാത്രി നമുക്ക് അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. നമ്മളൊരു 30 മൈലാണ് ഈ റോഡിലെ സ്പീഡ് എന്ന് പറയുന്നത്. എല്ലാവരും വണ്ടികളൊക്കെ പാർക്ക് ചെയ്തൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. റോഡിലൊന്നും തന്നെ വലിയ തിരക്കൊന്നും തന്നെ ഇല്ല. പൊതുവിൽ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ, ഇപ്പം ലണ്ടൻ പോലുള്ള നഗരങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ സമയത്തൊക്കെ അവിടെ എപ്പോഴും സജീവമാണ്. പക്ഷേ ഈ ഗ്രാമപ്രദേശങ്ങളിലോട്ട് വരുമ്പോൾ ഒരു 7-8 മണി കഴിഞ്ഞാൽ, ഇപ്പം സമ്മർ സമയം ആയതുകൊണ്ട് 8-9 മണി കഴിയുമ്പോഴത്തേക്കും സ്ട്രീറ്റുകളെല്ലാം വിജനമാകും. 1-2 പേര് മാത്രം, കുറച്ചാളുകൾ മാത്രമേ പുറത്തേക്ക് ഇറങ്ങത്തുള്ളൂ. അങ്ങനെ ഒരിതാണ്. അതേസമയം വിൻ്റർ സമയമാകുമ്പോൾ വൈകിട്ട് 4 മണി കഴിഞ്ഞാൽ തന്നെ ഈ സ്ട്രീറ്റുകളെല്ലാം വിജനമാകുമെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. നമുക്ക് എവിടെയാണ് പോകേണ്ടത് എന്ന് നമ്മുടെ മാപ്പ് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതേ ആ ഡെലിവറി എടുത്തതേ ഈ വീട്ടിലാണ് നമുക്ക് കൊടുക്കേണ്ടത്, നമ്പർ 20. ഓക്കെ, നമ്മുടെ ഡെലിവറി നമ്മളിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 11 മണിയായി. ഇന്നെന്തായാലും നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, സത്യം പറഞ്ഞാൽ ഇതിന് മുൻപ് പോയിട്ടില്ല, ഏതോ ഒരു റൂട്ടിലേക്കുള്ള ഒരു ഓർഡർ കിട്ടിയിരിക്കുകയാണ്. ഒരു മക്ഡൊണാൾഡ്സിലേക്കാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണിത്. കുറേ സമയം ചുറ്റിനും ഒന്നുമില്ലായിരുന്നു, വെറും കാട് മാത്രമായിരുന്നു. അതിനുശേഷം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്തി. ഈ ഷോപ്പിലേക്ക് ചേട്ടൻ മുൻപ് ഡ്രൈവ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ ആപ്പിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഒരു 3 മിനിറ്റ് കൂടി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഷോപ്പിലെത്തുമെന്ന് കാണിക്കുന്നുണ്ട്. ഏതായാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ പോവുകയാണ്. അവിടെ നിന്ന് ഫുഡ് എടുത്തതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റൂ ഇനി എങ്ങോട്ടാണ് ഈ കസ്റ്റമറിൻ്റെ അടുത്തേക്ക് പോകേണ്ടത് എന്ന്. എന്തായാലും കാറിലാണ്, നമ്മൾ 2 പേരും ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പേടിയൊന്നുമില്ല. എന്തായാലും പോകാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും റോഡൊക്കെ വിജനമാണ്, വല്ലപ്പോഴും വണ്ടികൾ പോയാൽ ആയി. പക്ഷേ ഈ മക്ഡൊണാൾഡ്സൊക്കെ പല മക്ഡൊണാൾഡ്സ് 24 ഹവറാണ് എന്നുള്ളതാണ്. 24 മണിക്കൂർ അത് തുറന്ന് പ്രവർത്തിക്കും. ഒരു വലിയൊരു ട്രക്ക് നമ്മളെ ഓവർടേക്ക് ചെയ്ത് കടന്നു പോയി, നമ്മുടെ മുൻപിൽ പോകുന്നുണ്ട്. ഇവിടെ ഇത് 60 മൈലാണ്, 60 മൈലാണ് ഈ റോഡിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് നമ്മൾ കണ്ടു. കാരണം ഈ ഏരിയയിലൊക്കെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കുറവാണ്. ലണ്ടൻ സൈഡിലൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ, പക്ഷേ ഇവിടെ കുറവാണ്. എങ്കിലും നമ്മളിപ്പോൾ കണ്ടു. എന്തായാലും നമ്മൾ ആ മക്ഡൊണാൾഡ്സ് ലക്ഷ്യമാക്കി പോവുകയാണ്. കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് ഡെലിവറി കൊടുക്കുമ്പോൾ അതിൻ്റെ അടുത്തടുത്തായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും നമുക്ക് ഓർഡർ കിട്ടുന്നത്. ഒരു പരിധിവരെ വളരെ വലിയ ദൂരമാണ്, നമുക്ക് പോയിട്ട് മെച്ചമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഡിക്ലെയർ ചെയ്യും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ എന്തായാലും ഈ ഓർഡർ അക്സെപ്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനിയിപ്പോൾ ഒരു 2 മിനിറ്റ് കൂടി ഡ്രൈവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഷോപ്പിലെത്താൻ സാധിക്കുന്നത്. ഷോപ്പിൽ നിന്ന് സാധനം എടുത്തതിന് ശേഷമായിരിക്കും നമ്മുടെ കസ്റ്റമറിൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. എത്ര സമയമാണെന്ന് കാണിക്കുന്നത്. അതായത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ നമ്മൾ ആ മക്ഡൊണാൾഡ്സിൽ എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഏരിയയിലേക്ക് ആദ്യമായിട്ടാണ് ഡെലിവറിക്ക് വരുന്നത്. എന്തായാലും വിജനമായൊരു സ്ഥലത്തിന് നടുവിൽ ഒരു മക്ഡൊണാൾഡ്സ് കണ്ടു. അവിടെ നിന്നാണ് നമുക്ക് ഫുഡ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആപ്പിൽ കൺഫേം ചെയ്ത് കൊടുത്തിട്ട് ഫുഡ് എടുക്കാൻ പോവുകയാണ്. നമ്മൾ ഈ അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥലത്ത് നിന്നുള്ള മക്ഡൊണാൾഡ്സിൽ നിന്നും ഫുഡും ഡെലിവറി ചെയ്ത് അതിൻ്റെ കസ്റ്റമർ തേടിയുള്ള യാത്രയിലാണ്. സത്യത്തിൽ ഈ രാത്രിയുടെ ആയതുകൊണ്ട് ഇത് ഏത് സ്ഥലമാണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. നമ്മൾ മാപ്പ് കാണിക്കുന്ന വഴികളുടെ മാത്രം സഞ്ചരിച്ച് നടക്കുകയാണ്. ചേട്ടൻ ഇതുവരേക്കും ഈ സ്ഥലത്തൊന്നും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയ സ്ഥലത്തൊന്നുമല്ല, നമ്മൾ അത്യാവശ്യം വളരെ ദൂരെയുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് ഡെലിവറി എടുത്തെടുത്ത് യൂബർ ആപ്പ് ഒടുവിൽ നമ്മളെ ഒരു തീർത്തും അപരിചിതമായൊരു വഴിയിൽ എത്തിച്ചിരിക്കുകയാണ്. സമയം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 11:30 ആവാൻ പോവുകയാണ് രാത്രി. ഈ മക്ഡൊണാൾഡ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 24 ഹവറാണ് എന്നുള്ളതാണ്. 24 മണിക്കൂറും അത് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അവിടെ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, അതുകൊണ്ട് എൻ്റെ സിഗ്നൽ കാറിൽ വരികയാണ്, അതുകൊണ്ട് ഞാൻ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇട്ടോട്ടെ. ഓക്കെ, 24 ഹവറാണ്. ഈ ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ പോലും അവിടെ ഇപ്പോഴും നമ്മൾ ആ ബോർഡിൽ കണ്ടതാണ്, ഇപ്പോഴും ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കുറച്ച് പേര് വരും, ബാക്കി ഡെലിവറി വരുന്നു, ഇങ്ങനെ വരുന്നു. ഏതായാലും നമ്മൾ വിജനമായ സ്ഥലത്ത് കൂടെ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. നമുക്ക് പോകേണ്ട സ്ഥലം ഇപ്പോൾ മാപ്പിൽ കാണിക്കുന്ന 1 മിനിറ്റാണ്. വളരെ അടുത്തുള്ളൊരു സ്ഥലത്താണ്. നമ്മൾ ഈ ഫുഡ് കളക്ട് ചെയ്ത മക്ഡൊണാൾഡ്സിൽ നിന്നും വളരെ അടുത്തുള്ള ഒരു സ്ഥലത്തുള്ള മാപ്പാണ്, അടുത്തുള്ളൊരു സ്ഥലമാണ് കാണിക്കുന്നത്. 1 മിനിറ്റിനുള്ളിൽ നമുക്ക് ഓടിയെത്താൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ട് കൊടുക്കാം, അവിടേക്കുള്ള യാത്രയിലാണ്. സത്യത്തിൽ നടന്ന് കൊണ്ടു കൊടുക്കുക എന്നുള്ളൊരു ദൂരത്തിലാണ്. എങ്കിലും രാത്രി 11:30 അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ ഓർഡർ ചെയ്തത്. വീട്ടു നമ്പർ എത്രയാണ്? ഓക്കെ, നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഡെലിവറി കൊടുത്തു. വളരെ അടുത്തുള്ള ഒരു വീടായിരുന്നു. ഈ വീട്ടിലായിട്ട് നമ്മളിപ്പോൾ ഡെലിവറി കൊടുത്തത്. അപ്പോൾ നമ്മൾ പറയും ആൾക്കൊന്നും നടന്നു പോയാൽ ആ കടയിൽ നിന്നും സാധനം വാങ്ങാം. നമുക്ക് അടുത്ത ഡെലിവറി കിട്ടിയിരിക്കണം അതേ കടയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് വീണ്ടും ആ കടയിലേക്ക് പോവുകയാണ്. അല്ല, നമ്മൾ പറയുന്നു ഇവർക്കിപ്പോൾ നടന്നു പോയാൽ ആ കടയിൽ നിന്ന് വാങ്ങാം. പക്ഷെ അങ്ങനെയല്ല, കാരണം അങ്ങനെ നടന്നു പോയി വാങ്ങണമെന്ന് അവർക്കുണ്ടായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഈ ഡെലിവറി ആയിട്ട് ഇറങ്ങുന്നതിലൊരു പ്രയോജനമില്ലല്ലോ. നമുക്ക് അതങ്ങനെയാണ്, അവർക്ക് ഏറ്റവും സൗകര്യം അതാണ്, അത് കൊടുക്കുന്നു. ആ സൗകര്യത്തിന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു ആപ്പും യൂബർ എന്ന് പറയുന്ന ആപ്പും അവിടെ വർക്ക് ചെയ്യാൻ നമ്മളൊക്കെ ഇറങ്ങിയിരിക്കുന്നത്.
അതുകൊണ്ട് അത് എന്തായാലും നമ്മുടെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്ത അതേ മക്ഡൊണാൾഡ്സിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ് അടുത്ത ആൾക്കുള്ള കളക്ഷന് വേണ്ടിയിട്ട്. ഏതായാലും നമ്മുടെ അവസാനത്തെ കസ്റ്റമർ, ഇന്നത്തെ നമ്മുടെ ഡെലിവറി അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ടുള്ള അവസാനത്തെ കസ്റ്റമർ നമ്മളെ പ്രതീക്ഷിച്ച് വീട്ടിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം, അതായത് രാത്രി 12 മണിയാണ്, 12 മണിക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം ഇന്ന് നമുക്ക് കിട്ടിയ ഒരു 6 മണിക്ക് ശേഷം ഇറങ്ങി രാത്രി 12 മണിക്ക് അവസാനിപ്പിച്ചു. 73 പൗണ്ട് 2 പെനി. 73 പൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 106, 1 പൗണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 106 ഇന്ത്യൻ രൂപയുണ്ട്. എനിവേ നമുക്ക് കിട്ടിയ ഡെലിവറി ചാർജ് എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയ ഒരു റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 73 പൗണ്ടാണ്. ഒരു 4 മണിക്കൂറോളം നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിച്ചു. സമയം ഇപ്പോൾ രാത്രി 12:45 ആയിരിക്കുകയാണ്. അവസാനത്തെ ഡെലിവറിയും കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മളെന്തായാലും ആപ്പ് നോക്കുന്നില്ല, കാരണം ഇനിയും ആപ്പ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഡെലിവറി കിട്ടും. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഡെലിവറി ഇന്ന് നമുക്ക് ചെയ്യാൻ സാധിച്ചു. വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. ഇന്നിപ്പോൾ രാത്രി 1 മണി അടുപ്പിക്കുന്നു. നമ്മൾ ഏകദേശം ഒരു 20ഓളം ഡെലിവറി നടത്തി. പല ഭാഗങ്ങളിൽ നിന്നായിട്ട്, പല കടകളിൽ നിന്നായിട്ട് നമ്മൾ ഡെലിവറി നടത്തി കൃത്യമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തിക്കാൻ സാധിച്ചു. ഏതായാലും ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഡെലിവറി നിർത്തിക്കണം. അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് കാണിച്ചത് ഈ ഒരു ഇംഗ്ലണ്ടിലെ ഈ ഒരു യൂബർ ഉപയോഗിച്ചുള്ള ഒരു ഫുഡ് ഡെലിവറിയാണ്. വിഗൻ എന്ന് പറയുന്ന മാഞ്ചസ്റ്റർ, വടക്കൻ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന ടൗണിൻ്റെ ഉള്ളിലേക്ക് 1 മണിക്കൂറോളം യാത്ര ചെയ്താൽ എത്തുന്ന വിഗൻ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. അവിടെയായിരുന്നു നമ്മളിന്ന് ഈ ഒരു യൂബർ ഡെലിവറി നടത്തിയത്. ഏതായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. Good night.